ഓം ശ്രീ സായിരാം. അന്തർശൗച ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗച യജ്ഞത്തിന്റെ 147 ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ കൗശിക് നാരായണനായിരുന്നു പറയേണ്ടിയിരുന്നത്. അദ്ദേഹത്തിനൊരു എമർജൻസി പ്രശ്നം വന്നതുകൊണ്ട് പകരം നമ്മുടെ വിജയരാഘവൻ 8-ാം തീയതി പറയാനിരുന്ന വിജയരാഘവൻ ഒബ്ലൈജ് ചെയ്തു. അന്ന് വിജയരാഘവനാണ് നമുക്ക് വേണ്ടി പറയുന്നത്. അപ്പം വിജയരാഘവൻ, ഞാൻ സായി ഗായത്രി പറഞ്ഞു കഴിയുമ്പം വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കണം കേട്ടോ. സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. വിജയരാഘവൻ, പ്ലീസ് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് തുടങ്ങിക്കോളൂ. സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സായിരാം. ഭഗവാന്റെ എല്ലാ സങ്കല്പങ്ങളും കൃത്യസമയത്ത് തന്നെ നടപ്പാകുന്നു എന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. ഭഗവാൻ എപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നേരിട്ടായിരിക്കില്ല, പലതരത്തിലായിരിക്കാം. ആളുകളിലൂടെ, ചിലപ്പോൾ ഭഗവാന്റെ ചില വാണികളിലൂടെ, ചില സമയത്ത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന ചില ചിത്രങ്ങളിലൂടെ. പക്ഷെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ഭഗവാൻ കൃത്യമായി അന്ന് തന്നെ നമ്മുടെ കയ്യിൽ തരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അപ്പൊ ഇന്ന് ഇവിടെ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് വിജയരാഘവൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ എഡ്യൂക്കേഷൻ കോർഡിനേറ്ററാണ് ജെൻസിന്റെ. കൂടാതെ സത്യസായി മീഡിയ സെന്ററുമായിട്ട് ഭഗവാന്റെ സേവനം ഭഗവാന്റെ കാലത്തിൽ വെക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഭഗവാൻ നൽകിയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ വർക്കിന്റെ ഭാഗമായിട്ട് പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകിയ കുറേ നമ്മുടെ ആളുകൾക്കൊക്കെ അതിലൊരാളായിട്ട് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പരമമായ ഭാഗ്യമായിട്ട് കാണുന്നത്. കാരണം നമ്മളെ എത്ര ലൗകികമായ കുരുക്കളിലേക്ക് പെട്ടുപോയാലും നമ്മളുടെ എനർജി കുറയാതെ ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാടാ നമ്മുടെ ഒരു പ്രവർത്തനം ചെയ്തിട്ട് ഉഷാറാവെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴൊക്കെ ഡൗൺ ആവുമോ ആ സമയത്തൊക്കെ ഭഗവാൻ ചേർത്ത് പിടിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഞാൻ ഓഫീസ് തിരക്കുമായി ബന്ധപ്പെട്ട് കുറേ ഭയങ്കര സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പൊ ആ സമയത്താണ് അടുത്ത ആഴ്ചത്തെ ഒരു കാര്യം പറഞ്ഞത്. വത്സലാമ്മ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല സ്ട്രെസ് ആയതുകൊണ്ട് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ മൊത്തത്തില് മായ പിടിച്ചു മുറുക്കുന്ന പോലെ ആയിപ്പോയല്ലോ, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്ന് ഭഗവാനോട് ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് ഭഗവാന്റെ വാണിയിലേക്ക് പോകാം. ഭഗവാൻ ഇന്ന് നമ്മളോട് പറയുന്ന പ്രസക്തമായ ഭാഗം ഇതാണ്: ഈശ്വരനെ ശിലയായിട്ടല്ല, മറിച്ച് ശിലയെ ഈശ്വരനായി കാണാനുള്ള ഒരു അനുഗ്രഹമാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത്. ഭഗവാൻ പറയാണ്, ചരിത്രത്തിലുടനീളം ഭാരതം അവരുടെ സന്തതികളുടെ ഭക്തിവിശ്വാസങ്ങളെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 ധർമ്മങ്ങളിലേക്ക് സമാകർഷിച്ചിട്ടുണ്ട്. ധർമ്മം ഒരു വശത്തും മോക്ഷം മറുവശത്തുമുള്ള പരിധിക്കുള്ളിലാണ് അത് ഫലവത്താക്കിയിട്ടുള്ളത്. അർത്ഥം, അതായത് ധനം, ആർജിക്കേണ്ടത് ധർമ്മത്തിലൂടെ വേണം. പ്രോത്സാഹിപ്പിക്കേണ്ട ഒരേ ഒരു അഭിലാഷം അഥവാ കാമം മുക്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കും. സ്നേഹമാണ് പ്രചോദനം, സത്യമാണ് നേട്ടം. ജീവരഥത്തിന്റെ ചക്രങ്ങളാണ് ഇവ രണ്ടും. അഹിംസ പരമോ ധർമ്മ, അഹിംസയാണ് ഏറ്റവും പുണ്യമായ കർമ്മം. ഈ പ്രമാണവാക്യം കോടാനുകോടി വർഷങ്ങളായി ഈ രാജ്യത്തിന്റെ ജീവപ്രാണനായിരുന്നു. തന്നെയുമല്ല, ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ശിശുവിന്റെയും പാരമ്പര്യമായി അത് പരിണമിക്കുക കൂടെ ചെയ്തിട്ടുണ്ട്.
ഭഗവാൻ പറയുകയാണ്, ഹിന്ദു എന്ന വാക്കിനർത്ഥം ഹിംസയെ വർജിച്ചവൻ എന്നാണ്. സ്നേഹിക്കുന്നവനും സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവനും സഹായിക്കുന്നവനും സേവിക്കുന്നവനും എന്ന എല്ലാത്തിന്റെയും അർത്ഥമാണ് ഹിന്ദു എന്ന പദത്തിനുള്ളത്. ഭഗവാൻ ഗീതയിൽ അരുളിയിട്ടുണ്ട്, ബീജം മാം സർവഭൂതാനാം, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ബീജമാണ്. വൃക്ഷം ഇലയുടെയും പൂവിന്റെയും ഫലത്തിന്റെയും ഹരിതത്തിന്റെയും വിശാലമായൊരു പരപ്പാണ്. തായ്തടിയും ശിഖരങ്ങളും ചില്ലകളുമാർന്ന് വീശുന്ന ബാഹ്യാവസ്ഥയാണ്. എല്ലാം വളർന്നു വന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. അതുമാത്രമല്ല, ആ വൃക്ഷത്തിന്റെ ഫലത്തിലെ വിത്തുകൾക്കുള്ളിലും അതേ പ്രകൃതി തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ദിവ്യതയെ ഉൾക്കണ്ണിൽ കാണുക. നിങ്ങൾ വിനീതരാകും, പ്രബുദ്ധരാകും, സ്നേഹ സമ്പൂർണരാകും. ഉൽപ്പത്തിയും ലക്ഷ്യവുമായ ഈശ്വരനെ സംശുദ്ധമായ ജ്ഞാനത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്നു മാത്രമല്ല, ബോധത്തെ നിർമ്മലമാക്കാൻ ഒരുവൻ നേരത്തെ ആരംഭിക്കണം. മത്സരം എപ്പോഴും ജയിക്കുന്നത് നേരത്തെ തുടങ്ങി പതുക്കെ ഓടുന്നവരാണ്. അപ്പോൾ അവർ സുരക്ഷിതമായി എത്തിച്ചേരുകയും ചെയ്യും. ഭഗവാൻ അടുത്തതായി പറയുന്നത്, ഈശ്വര ദർശനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് സാധനയാണ്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് പറക്കുന്നു, സമുദ്രത്തിലേക്ക് മുങ്ങുന്നു. എന്നാൽ ഭൂമിയിൽ സഹജീവികളോടൊപ്പം സ്നേഹത്തിലും സമാധാനത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് അവൻ അറിയില്ല. തന്നേക്കാൾ മുമ്പേ മറ്റുള്ളവർ എത്തും എന്ന ഭീതിയിലാണ് അവൻ ചന്ദ്രനിലേക്ക് കുതിക്കുന്നത്. മാത്രമല്ല, മറ്റുള്ളവരെ ഭയക്കുന്ന അവൻ ഭയം ഉളവാക്കുവാൻ വേണ്ടി കടലിലേക്ക് മുങ്ങുന്നു. ഭയക്കാതെയും ഭയമുണ്ടാക്കാതെയും ജീവിക്കാനുള്ള മാർഗം ധർമ്മക്ഷേത്രത്തെക്കുറിച്ചുള്ള ഗീതയിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം ധൃതരാഷ്ട്രർ ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ആരാണ് ഈ ധൃതരാഷ്ട്രർ? തൻ്റെ രാഷ്ട്രത്തെ മുറുകെ പിടിച്ച് അതിനെ ഉപേക്ഷിക്കാതെ ഭ്രാന്തമായി അതിനോട് മമത ഉള്ളവനെത്രേ. ഒരുവന്റെ രാഷ്ട്രം എന്നാൽ എന്താണ്? അവനല്ലാത്ത അവന്റെ എല്ലാ സ്വത്തും, അതായത് അവന്റെ ശരീരം, ഇന്ദ്രിയങ്ങൾ, അറിവ്, അനുഭവങ്ങൾ, വികാരങ്ങൾ, കൂടാതെ അവന്റെ ഗൃഹം, വാഹനം, ഭൂമി, യശസ് തുടങ്ങിയവ തൻ്റേതല്ലാത്തതെല്ലാം താനായി തന്നെ കരുതി പരിഗണിക്കുന്നവൻ ആരാണോ അവനാണ് ധൃതരാഷ്ട്രൻ. വിജയം നേടിയവൻ എന്നതാണ് സഞ്ജയൻ എന്ന വാക്കിനർത്ഥം. ഇന്ദ്രിയങ്ങൾക്കും മനുഷ്യനെ ഈശ്വരനിലേക്ക് നയിക്കുന്ന ഉന്നത പ്രഭാവങ്ങളെ പരിമിതപ്പെടുത്തുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ശക്തികൾക്കും ഉപരി വിജയം നേടിയവൻ എന്ന് ആണ് സഞ്ജയൻ എന്ന വാക്കിനർത്ഥം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പുരോഗതിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം ഗീതയുടെ ഏറ്റവും അവസാനത്തെ 700-ാമത്തെ ശ്ലോകത്തിൽ ചുരുക്കിയിരിക്കുന്നു. യോഗേശ്വരനിൽ നിമഗ്നമാകുന്ന, സ്വന്തം വ്യക്തിത്വം ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്ന, വ്യക്തി രഹിതമായ നാമവും രൂപവും ഇല്ലാതായിത്തീരുന്ന ഈശ്വരപക്ഷം, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പക്ഷം മാത്രമാണ് വിജയം നേടുക എന്നാണ് അതിനർത്ഥം. ജീവിതം വളരെ സരളമാക്കുക. നിത്യമാകുന്ന കർമ്മങ്ങളെ സ്നേഹത്തോടും പരസ്പര സഹകരണം കൊണ്ടും പൂർണ്ണമാക്കുക. മറ്റുള്ളവരെ തെറ്റുകളോടും കുറവുകളോടും എപ്പോഴും അംഗീകരിക്കുക. അവരോട് എപ്പോഴും ക്ഷമയുള്ളവരായിരിക്കുക. സഹാനുഭൂതിയോടും സത്സ്വഭാവത്തോടും കൂടെ അവരെ കാണുക. എല്ലാ ചുറ്റുപാടുകളിലും കാലുഷ്യമില്ലാതെ ശാന്തരായിരിക്കുക. അപ്പോൾ നിങ്ങൾ സന്തുഷ്ടരാകും. മാത്രമല്ല, രാജ്യവും സന്തുഷ്ടരാകും. നിങ്ങളുടെ മനോവികാരങ്ങൾ നിസ്വാർത്ഥവും ഭാവങ്ങൾ കരുണയുള്ളതുമായിരിക്കണം. കാരുണ്യവും ഭൂതഭയവും സൗമ്യതയും കാവൽ നിൽക്കുന്ന മനസ്സിന്റെ കോട്ടയിലേക്ക് ഒരിക്കലും പകയ്ക്കോ വെറുപ്പിനോ പ്രതികാരവാഞ്ചയ്ക്കോ പ്രവേശനം സാധ്യമാകുകയില്ല. പാരിതോഷികങ്ങളിലോ ശിക്ഷകളിലോ ഈശ്വരൻ ഏർപ്പെടുന്നില്ല. അവിടുന്ന് പ്രതിഫലിക്കുന്നു, പ്രതിധ്വനിക്കുന്നു, പ്രതികരിക്കുന്നു. അവിടുന്ന് നിത്യശുദ്ധ സാക്ഷിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗധേയം നിശ്ചയിക്കുന്നു. ധർമ്മം ആചരിച്ചാൽ നിങ്ങളിലേക്ക് ധർമ്മം തന്നെ തിരിച്ചു വരും. നിങ്ങൾ അധർമ്മമാണ് ആചരിക്കുന്നതെങ്കിൽ ആ അധർമ്മത്തിന്റെ ഫലവും നിങ്ങളെ തന്നെയാണ് തേടി വരുന്നത്. വ്യാധികൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇതാണ് മഹാഭാരതം പഠിപ്പിക്കുന്ന പാഠം.
നിങ്ങളുടെ ആപത്തുകൾക്ക് ഈശ്വരനെ കുറ്റപ്പെടുത്തി ഒരിക്കലും ഉപേക്ഷിക്കരുത്. മറിച്ച് ഈ ആപത്തുകൾ ഈശ്വര സന്നിധിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. പ്രയാസത്തിലായിരിക്കുമ്പോൾ എപ്പോഴും ഈശ്വരനെ വിളിക്കാൻ നിങ്ങൾ പ്രേരിതരാകുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് വയറുവേദന അനുഭവപ്പെടുന്നു. വേദന കുറയ്ക്കാനും ആശ്വാസം നൽകുവാനും ഡോക്ടർ ശസ്ത്രക്രിയയുടെ വേദന തരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു സന്തോഷമായി എന്ന്. സന്തോഷം എന്നാൽ 2 വേദനകളുടെ മുഹൂർത്തങ്ങളുടെ ഇടവേളയാണ്. അതുപോലെ വേദന എന്നത് 2 സന്തോഷ മുഹൂർത്തങ്ങളുടെ ഇടവേളയുമാണെന്ന് മറക്കാതിരിക്കുക. ധർമ്മം കുളിർമയുള്ള ഊർജദായകമായ പ്രേമത്തിന്റെയും ശാന്തിയുടെയും ജലം പോലെ ഹൃദയത്തിൽ നിന്നും തിരയടിച്ച് ഉയരേണ്ടതാണ്. ധർമ്മം എന്തെന്ന് രാമായണത്തിൽ പഠിക്കാൻ കഴിയും. രാമൻ ധർമ്മത്തിന്റെ സാക്ഷാൽ മൂർത്തിമത് ഭാവമാണ്. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഈ സന്ദേശത്താൽ പ്രതിധ്വനിക്കുന്നു. ഭൗതിക വൃത്തികളിലെ അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടർന്ന രാമന്റെ സഹോദരനായ ലക്ഷ്മണൻ നമ്മളുടെ എല്ലാം മനസ്സിന്റെ പ്രതീകമാണ്. ധർമ്മത്തിന്റെ പാദമുദ്രകളിലൂടെ നടന്നത് മൂലം അതിന് അതിന്റെ മാർഗം ഒരിക്കലും നഷ്ടമായില്ല. വിജയത്തിലുള്ള ഓട്ടത്തിൽ അത് ജയിക്കുക തന്നെ ചെയ്തു. ഭാരതീയ സംസ്കൃതി അക്രമത്തെ മൃഗീയമെന്നോ അതിലധികമോ കണ്ട് അപലപിക്കുന്നു. ഇതിഹാസങ്ങളും പൗരാണിക കഥകളും അസുരന്മാരെയും മനുഷ്യരെയും ദേവന്മാരെയും കുറിച്ചും വിഭിന്നമായി പറയുന്നെങ്കിലും അവ എല്ലാവരും ഏറെക്കുറെ പങ്കുവയ്ക്കുന്ന സ്വഭാവ സവിശേഷതകൾക്ക് വേണ്ടിയുള്ള പേരുകൾ മാത്രമാണ്. മനുഷ്യത്വം പൈശാചികത്തിന്റെ മാലിന്യത്തിൽ നിന്നും മോചിതമാകേണ്ടതും ദൈവികത്വത്തിന്റെ മഹിമയാൽ അത് സ്വയം അലങ്കൃതമാകേണ്ടതുമാണ്. അതുകൊണ്ട് അസുരത്വത്തിന്റെ ആഴങ്ങളിൽ നിങ്ങളുടെ കർമ്മങ്ങൾ വലിച്ചു താഴാതിരിക്കാൻ സദാ ജാഗ്രത പുലർത്തുക. അവ മഹിമയുടെ ഉന്നതകളിൽ നിങ്ങളെ ഉയർത്തട്ടെ. ഈ നഗരങ്ങളിൽ മിക്കവരും ഭജനകളിലും നഗരസങ്കീർത്തനങ്ങളിലും നാമസ്മരണകളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ പ്രശംസനീയമാണ്. ഈശ്വരനാമ ചുണ്ടുകളിൽ നിന്നല്ലാതെ ഹൃദയത്തിൽ നിന്നും നിർഗമിക്കട്ടെ. ധാരാളം ഹിരണ്യകശിപുക്കളുമായി ആതുരമായ ഈ ഭൂമിയിൽ പ്രഹ്ലാദന്മാരായിരിക്കുവാൻ എപ്പോഴും ശ്രമിക്കുക. ഈശ്വരനാമം രക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന നരസിംഹമാണ് സ്വയം പരിശുദ്ധരാകുക. ഏതു പരിതസ്ഥിതിയിലാണോ ജീവിക്കേണ്ടത് അതിനെയും പരിശുദ്ധമാകുക. അതാണ് എൻ്റെ ഉപദേശവും അനുഗ്രഹവും. 1970 മെയ് മാസം 12-ാം തീയതിയിൽ ഭഗവാൻ ബോംബെയിൽ വെച്ച് നടത്തിയ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാഷണമാണ്. എന്താണ് ഭഗവാനെ എന്ന് പങ്കുവെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നൊരു വളരെ ആപ്റ്റായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു പ്രഭാഷണമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഏത് പരിതസ്ഥിതിയിൽ ജീവിച്ചാലും കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല, നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ഈശ്വരനുമായുള്ള എപ്പോഴും നിരന്തരമായ ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും പരമമായ കർത്തവ്യം. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഭഗവാൻ എന്താ പറയുന്നത്? 2 വേദനകൾക്കിടയിലുള്ള അല്പസമയം മാത്രമാണ് സന്തോഷം. അതേപോലെ വേദന എന്ന് പറയുന്നത് 2 സന്തോഷങ്ങൾക്കിടയിലുള്ള ഒരു അല്പകാലം. മഹാഭാരത സമയത്ത് യുധിഷ്ഠിരൻ കഠിനമായ വ്യഥയിലൂടെ കടന്നുപോയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ചെറിയ കുറിപ്പെടുത്തി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലൂടെ അങ്ങ് ഏത് നിമിഷത്തിലാണോ കടന്നു പോകുന്നത് ആ സമയത്ത് അങ്ങ് ഇതൊന്ന് നോക്കുക. എങ്കിൽ ആ സമയത്ത് ആരോ മൈക്ക് ഓൺ ചെയ്തു. സാരം കഠിനമായ വ്യഥയിലൂടെ കടന്നു പോകുമ്പോ ഇതൊന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. യുധിഷ്ഠിരന് അതികഠിനമായ ഒരു വേദന വന്ന സമയത്ത് അദ്ദേഹം അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത വാചകം ഇതായിരുന്നു: പരിഭ്രമിക്കരുത്, ഇതും കടന്നുപോകും. ഭഗവാൻ നമ്മളോട് അരുളുകയാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ സന്ദേശവാഹകരാണ്. ഭഗവാന്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ട ആളുകൾ. ഭഗവാന്റെ സ്നേഹത്തിന് എന്താണ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളത്? നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നെന്മാറയിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും നെന്മാറയിൽ നിന്ന് ഭഗവാന്റെ പുറ്റപ്പർത്തി ദർശനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഒരു കൂട്ടമായി, ഒരു സംഘമായി പോവാറുണ്ട്. പാലക്കാട് നിന്ന് ട്രെയിൻ രാവിലെ കയറി കോയമ്പത്തൂരിൽ നിന്നുള്ള കുർളയിലാണ് പുറപ്പെടുക. വൈകുന്നേരം 6:30 പ്രധാനത്തിൽ അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ 70 പേരോളമുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായി രാവിലെ തന്നെ നെന്മാറയിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി, കോയമ്പത്തൂരെത്തി,
കുർള ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. 8:15 തന്നെ എല്ലാവരും കയറിയിരുന്നു. അവിടെ കയറിയിരുന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഭഗവാനെ കാണാൻ പോവുകയാണ്. അതിൽ പുതിയ ആളുകളുണ്ട്, പഴയ പോയ ആളുകൾക്ക് ഓർമ്മ പുതുക്കലാണ്. അവിടെ എല്ലാം ഭയങ്കര സന്തോഷമായി പോകുന്ന സമയത്ത് ആ സന്തോഷങ്ങൾക്ക് ഉപരിയായി ഒരു ദുഃഖം ഉണ്ടായി. 8 മണി അവര് ട്രെയിനിൽ കയറിയാലും 9 മണിക്ക് എടുക്കേണ്ട ട്രെയിൻ 9 ആയിട്ടും എടുത്തില്ല, 9:15 എടുത്തിട്ടില്ല, 9:30 എടുത്തില്ല, 10 മണിയായിട്ടും എടുത്തില്ല. എന്തോ ചില സാങ്കേതിക തകരാറുകൾ മൂലം 9 മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചത് ഏകദേശം 1 മണിയായിട്ടാണ്. ഈ പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ ഒരു സാധാരണക്കാരാണ്. അതിൽ താഴെ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും പോയി വരാൻ വേണ്ടി ഒരു ചെറിയൊരു തുക എല്ലാവരും കൂടി എടുത്തിട്ടാണ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പോ രാവിലത്തെ ആഹാരം അവര് എടുത്തു, കഴിച്ചു. ഉച്ചക്കത്തെ ആഹാരം അവരുടെ കയ്യിലുണ്ട് അവിടുന്ന് കഴിക്കാനുള്ളത്. വൈകുന്നേരം 6:30 പ്രശാന്ത് നിലയത്തിൽ എത്തിയാൽ രാത്രി ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരെല്ലാവരും പോകുന്നത്. ട്രെയിൻ യാത്ര ആരംഭിച്ചത് തന്നെ ഉച്ചയ്ക്കാണ്. വൈകുന്നേരം അവിടെ പോയാൽ എങ്ങനെയാണ് ആഹാരം കിട്ടുക? അസമയത്തായിരിക്കും അവിടെ എത്തുക. അതിൽ ഞങ്ങളുടെ കൂടെ നെന്മാറ സമിതിയിലെ സർവീസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ജയപ്രസാദ് ഏട്ടനും കൂടെ ഉണ്ട്. ജയപ്രസാദ് ഏട്ടൻ ഭയങ്കര ഭഗവാന്റെ ഭക്തനാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തില് കണ്ണുകളുടെ കുറച്ച് പ്രശ്നമൊക്കെ വന്ന് ഹൃദയ സംബന്ധമായ പ്രശ്നം വന്നപ്പോൾ പുട്ടപ്പർത്തി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനുള്ള സർജറി ഒക്കെ ചെയ്തപ്പോൾ ഭഗവാൻ നേരിട്ട് പോയി അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞു, ഒട്ടും പരിഭ്രമിക്കേണ്ട ആരും. കാരണം നമ്മളെല്ലാവരും പോകുന്ന ഭഗവാന്റെ അടുത്തേക്കല്ലേ, ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണും. അപ്പൊ കൂടെ വന്ന ആളുകളിൽ പുതിയതായി വന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവിടെ എത്തുമ്പോൾ അസമയാവും, നമുക്ക് ആരാണ് ആഹാരം തരിക? കൂടാതെ ട്രെയിനിൽ നിന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൈസയ്ക്കാണ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ട്രെയിനിൽ ആഹാരം വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 60 രൂപയെങ്കിലും ചെലവാകും. ഈ 10-70 പേർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആവും ആഹാരത്തിന്? അപ്പൊ എല്ലാവരും ഭയങ്കര ഭയപ്പാടാണ്. കാരണം ആരുടെ കൂടുതൽ പൈസ വാങ്ങിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പോകുന്നവരൊക്കെ സാധാരണക്കാരാണ്. 10,000, 8,000 രൂപ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കാൻ ശേഷി ഒരു എടുത്ത് നമുക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളൊന്നും ആ ഗ്രൂപ്പിലില്ല. അപ്പൊ ഈ JP ഏട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വരച്ചൊരു വാചകം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് പോണത്. ഭഗവാൻ എൻ്റെ അച്ഛനാണ്, ഞാൻ എൻ്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് പോണത്. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തായാലും ആഹാരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഉറപ്പാണ്. എൻ്റെ അച്ഛൻ എന്നെ പട്ടിണിക്കിടില്ല. എൻ്റെ അച്ഛന്റെ മകനായതുകൊണ്ട് തന്നെ നിങ്ങളെ ഊട്ടാതെ ഞാൻ ആഹാരം കഴിക്കുകയും ചെയ്യില്ല. കാരണം ഭഗവാന്റെ മകനാണ്. അപ്പൊ ഭഗവാൻ പകർന്ന പാട് എന്താ? മറ്റുള്ളവർക്ക് സേവിച്ച ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കേണ്ടത്. അതുകൊണ്ട് ഉറപ്പാണ് ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാകും. സംശയിക്കുകയും വേണ്ടെന്ന്. എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ചയിലായി. എന്ത് ചെയ്യണം? ട്രെയിനിൽ ഫുഡ് വാങ്ങണോ, പുറമേ നിന്ന് വാങ്ങണോ, വല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യണോ? ആർക്കും ഒരു വലിയ ധാരണയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇദ്ദേഹം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയുടെ പേരും പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വഴി കാണിക്കേണ്ടത് നീയാണ്. ഞാൻ അത്ര ഉറച്ചിട്ടാ പറഞ്ഞിരിക്കുന്നത്. വരുന്ന ആളുകളൊക്കെ എന്താ പറയാ, ആത്മീയത കുറച്ചുപോലും തട്ടാത്ത ആളുകളടക്കം ഇതിനെക്കുറിച്ച് അറിയാൻ വന്നവരുണ്ട്. അവരൊക്കെ അവിടെ ചർച്ച തുടങ്ങി. വെറുതെ ആവശ്യമില്ലാത്ത വാക്കും കേട്ട് വന്നു, കൃത്യമായി പ്ലാൻ ചെയ്യാതെ വന്നു. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ ഇങ്ങനെ ചാരിയിരുന്ന് ഭജനയൊക്കെ മനസ്സിൽ മൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കമ്പാർട്ട്മെന്റിന്റെ അങ്ങേ തലയ്ക്ക് നിന്ന് വയസ്സായ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. അദ്ദേഹം കുറെ നേരം ഇങ്ങനെ നടന്ന് കുറച്ച് കമ്പിയിൽ പിടിക്കുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അടുത്തുകൂടെ പോയപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി അദ്ദേഹം നടക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ JP ഏട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ കുറച്ചു നേരം അങ്ങ് ഇരുന്നോളൂ, അങ്ങ് നടക്കുമ്പോൾ കിതയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, അല്പസമയം അങ്ങ് വിശ്രമിച്ചിട്ട് പോയാൽ മതി. അപ്പൊ ആ മനുഷ്യൻ സന്തോഷത്തോടെ ആ സീറ്റിൽ, സൈഡ് സീറ്റിലാണ് JP ഏട്ടൻ ഇരിക്കുന്നത്. കാലൊക്കെ ഒന്ന് മടക്കി കൊടുത്ത് അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കുറച്ച് ഇരുന്ന ഒരു 2-3 മിനിറ്റ് ശ്വാസമൊക്കെ എടുത്തപ്പോൾ അദ്ദേഹം കുറച്ച് ഊർജ്ജസ്വലനായി ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അപ്പൊ JP ഏട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് പുട്ടപ്പർത്തിയിൽ ഭഗവാനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷം. അദ്ദേഹം സ്വാമിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ച് JP ഏട്ടൻ ചോദിച്ചു, നിങ്ങൾ പുട്ടപ്പർത്തിയിൽ പോകാറുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും പോകാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ശ്രുതിയിലേക്കാണ്. ഞങ്ങളൊരു ടീമായിട്ട് ശ്രുതിയിലേക്ക് പോവാണ്. 1 വർഷം അവർ ശ്രുതിയിലേക്ക് പോകും, അടുത്ത വർഷം അവർ പുട്ടപ്പർത്തിയിലേക്ക് പോകും. ആൾട്ടർനേറ്റ് വർഷങ്ങളിൽ അവരിങ്ങനെ മാറി മാറി 2 അവതാര പുരുഷന്മാരുടെ സന്നിധിയിലേക്കും യാത്ര ചെയ്യുന്ന ഭക്തരാണ്. അപ്പൊ ഇദ്ദേഹം വളരെ കാര്യമായിട്ട് സ്വാമിയെ കുറിച്ച് ഭഗവാനെ കുറിച്ച് ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനൊരു കാര്യം അങ്ങയോട് പറഞ്ഞാൽ അങ്ങ് തെറ്റിദ്ധരിക്കില്ലല്ലോ? JP ഏട്ടനോട് ആ വയസ്സായ ആള് ചോദിക്കുന്നു. JP ഏട്ടൻ പറഞ്ഞു, ഇല്ല സായിരാം, പറഞ്ഞോളൂ, എന്താണെന്ന് വെച്ചപ്പോ, ഞങ്ങള്
എല്ലാവരും കോയമ്പത്തൂർ വാസികളാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഷിർദിലേക്ക് പോകുന്ന ആളുകളാണ്. ഇതൊരു പാക്കേജ് പോലെ ആയതുകൊണ്ട് രാവിലെ ട്രെയിനിൽ കുർളയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ 150 പേര് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കുമുള്ള ഫുഡ് രാവിലേക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും ഒക്കെ ഏർപ്പെടുത്തി. അപ്പൊ രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡ് ഓൾറെഡി കുറെ ആളുകൾ രാവിലെ ട്രെയിൻ 8 മണിക്ക് ശേഷമായതുകൊണ്ട് കഴിച്ചു വന്ന ആൾക്കാരുണ്ട്. കൂടാതെ ട്രെയിൻ ലേറ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സമീപവാസികളായ ഒരു 70% ആളുകളും ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങളാണെങ്കിൽ ആഹാരത്തിന് ഓർഡറും കൊടുത്തുപോയി. ഇത്രയധികം ആഹാരം അവിടെ ബാക്കി വന്നിരിക്കുന്നത് 2 അണ്ടാവ് നിറച്ച് ഭക്ഷണം ഇവിടെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അന്നം പാഴാക്കരുത് എന്നാണ്. ഇതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഭഗവാന്റെ പ്രസാദമായി കണ്ട് നിങ്ങൾ എല്ലാവരും അല്പം ആഹാരം കഴിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓടുന്ന ട്രെയിനില് ഭഗവാനോട് പറഞ്ഞത് എന്താ? എന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, എന്റെ അച്ഛൻ എനിക്ക് ആഹാരം തരും, ഞാൻ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഊട്ടുകയും ചെയ്തു. ആ ഭഗവാന്റെ പേരിൽ പറഞ്ഞ ഒരിതിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സൈറാം ഞങ്ങൾ എല്ലാവരും കഴിക്കാം, അങ്ങോട്ട് ഒന്നും പരിഭ്രമിക്കേണ്ട, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പുറത്ത് അദ്ദേഹത്തിന്റെ കമ്പാർട്ട്മെന്റിൽ പോയി കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ ചേർന്ന് 2 അണ്ടാവ് നിറച്ച ആഹാരം കൊണ്ടുവന്നു. ജെപിയേട്ടൻ പറഞ്ഞ വാചകമാണ്. അത് എടുത്ത് എല്ലാരും വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞു എന്റെ അച്ഛൻ നിസ്സാരക്കാരനാണെന്ന് കരുതിയോ? നമുക്ക് എല്ലാവർക്കും വേണ്ട ആഹാരം ഒരാളുടെ പൈസ പോലും ചെലവാക്കാതെ സുഭിക്ഷമായി ഭഗവാൻ വാരിക്കൊരു തന്നിക്കാന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ആഹാരം 2 തരത്തിലുള്ള ആഹാരങ്ങൾ ഇങ്ങനെ എടുത്ത് വയറ് നിറച്ചു കഴിച്ചു. എന്നിട്ടും ഒരുപാട് ആഹാരം ബാക്കി വന്നു. അദ്ദേഹം ആ 2 ബോഗിയിൽ ഇരുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹം യഥേഷ്ടം ഭഗവാന്റെ പേരിൽ ആ ആഹാരം കൊടുത്തു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു, എങ്ങനെയാ JP ഇത് ചെയ്തത്? ഓടുന്ന വണ്ടി നിങ്ങൾ ആരെയും വിളിച്ചാൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. ആരുടെ രൂപത്തിലും നാമത്തിലും വിശ്വസിച്ച് ഉറച്ചിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഏത് പ്രതിസന്ധിയും നമ്മുടെ കർമ്മഫലമായി നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷെ ആ വന്നതിനെ അതുപോലെ തച്ചുടച്ച് വഴി കാട്ടിത്തന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉറപ്പായും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്നത്തെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, കാരണം കറക്റ്റാ സ്വാമി പറഞ്ഞത് അല്ലേ? അദ്ദേഹം സാക്ഷിയാണ്, എല്ലാം നിത്യസാക്ഷി. നമ്മുടെ ചെയ്യുന്ന ധർമ്മവും അധർമ്മവുമാണ് നമ്മളെ സംരക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മള് എപ്പോഴും ധർമ്മിഷ്ഠരായിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളെന്ന് വിശ്വാസത്തോടുകൂടെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ അവരുടെ കുറവുകളോടും കുറ്റങ്ങളോടും കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ, അവർ നമ്മളോട് ചെയ്യുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ അതിലും വലുത് എന്താണ് നമ്മുടെ ചുറ്റുമുള്ളത്? നമുക്കൊന്നും കൊടുക്കാനില്ല ഭഗവാന്. ഭഗവാൻ പകർന്നു തന്ന സ്നേഹം നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഭഗവാന്റെ മറ്റു രൂപമായി നമ്മുടെ ഹൃദയം മാറ്റാൻ സാധിച്ചാൽ അതിനേക്കാൾ മികച്ചതായിട്ട് നമുക്ക് ഒന്നും കൊടുക്കാനില്ല. ഭഗവാൻ ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന വഴിപാടുകളിലോ നേർച്ചകളിലോ സന്തോഷിക്കുന്ന ആളല്ല ഭഗവാൻ. നമ്മളുടെ പരിവർത്തനത്തിൽ മാത്രം സന്തോഷിക്കുന്ന ആളാണ്. ഇല്ലേ, നമ്മുടെ മക്കളൊക്കെ ഒരു ട്രോഫി വാങ്ങി കൊണ്ടുവരുമ്പോ മറ്റുള്ളവർ നമ്മുടെ മക്കളെ കുറിച്ച് നല്ല പേര് പറയുമ്പോൾ അച്ഛനമ്മമാരെന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, ആ അഭിമാനമാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ മുഖത്ത് നമ്മളെ പ്രതി ഉണ്ടാക്കേണ്ടത്. ഇത് എന്റെ മകനാണ് അല്ലെങ്കിൽ എന്റെ മകളാണെന്ന് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. അതാണ് നമുക്ക് ഭഗവാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആത്മനൈവേദ്യം. അതിന് സഹായകമാണ് നമ്മളിന്ന് നടക്കുന്ന ഈ ഒരു വർഷത്തോളമായി നമ്മൾ പറയില്ല, ഇനി അടുത്ത 2025 ഭഗവാന്റെ പിറന്നാൾ വരെ തുടർന്നു കൊണ്ടുപോകുന്ന ഈ അന്തർശൗച യജ്ഞം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റി അവിടെയൊക്കെ ഈശ്വരന്റെ പ്രണയവും സ്നേഹവും നിറച്ച് ഈശ്വരന് വേണ്ടി മാത്രം വെമ്പൽ കൊള്ളുന്ന പണ്ടത്തെ ഗോപികമാരെയും ഗോപന്മാരെയും പോലെ നമുക്കും ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കാൻ സാധിക്കട്ടെ. ഉറപ്പായും നമ്മളുടെ മാർഗത്തിലെ എല്ലാ വിഘ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. എപ്പോഴും ഞാൻ ആദ്യമായി സംസാരിക്കാൻ പോയ സമയത്ത് സപ്താഹത്തിൽ പോയപ്പോൾ ഞാൻ ഭഗവാനോട്, ഭഗവാനെ ഞാൻ എന്താ ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഒരു ഉത്തേജനം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭഗവാൻ തന്നൊരു മെസ്സേജ് ഉണ്ട്. അതിങ്ങനെയാണ്, ആരോ ഫോർവേഡ് ചെയ്യുന്നൊരു മെസ്സേജാണ്. അത് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് അയ്യോ എന്റെ ചുറ്റും ഒരു വലിയ പ്രോബ്ലം ഉണ്ടെന്ന് പറയരുത്. പകരം ആ പ്രോബ്ലത്തിനോട് പറയാ, സൂക്ഷിച്ചോ, എന്റെ കയ്യിൽ വലിയ ഭഗവാനുള്ളത്, നിന്നെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ആ വിശ്വാസമാണ് ഭഗവാനെപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധിക്കും. ഉറപ്പായിട്ടും നമ്മളുടെ ജീവിതം ഭഗവാന്റെ സന്ദേശമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്.
എനിക്ക് വേണ്ടി ഇന്ന് ഭജന പാടുന്നത് പ്രേം സായിയാണ്. ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭജനയും കൂടെ കേട്ട് നമുക്ക് ഈ സത്സംഗ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. സായിരാം. സായിരാം വിജു മനോഹരമായിരുന്നു. വാണിയും അനുഭവവും സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ അതെ, മച്ച് സായിരാം. വിജയരാഘവൻ വളരെ പ്രചോദനാത്മകമായിട്ടുള്ള മാത്രമല്ല ഹീസ് എ ഗ്രേറ്റ് സ്പീക്കർ. എത്ര മനോഹരമായ പ്രഭാഷണമാണ്. മാഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മാഷ് പറഞ്ഞോളൂ കേട്ടോ അവസാനം. വേണ്ട ഞാന് ഇങ്ങനെ സെക്യൂരിറ്റി ഓഫീസർ ഡ്യൂട്ടിയിലുണ്ട്, അതിനിടയിൽ ഞാൻ തുറന്നു വെച്ചത്. ശരി, ഞാൻ അതുകൊണ്ടാണ് മാഷിന് ചേരാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ നെറ്റ് പ്രോബ്ലം കാണുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അതെ, ഞാനിപ്പോ സെക്യൂരിറ്റി ഓഫീസർ ഡ്യൂട്ടിയിലുണ്ട്. നിങ്ങൾ തന്നെ ജോയിൻ ഇതായിക്കോളൂ, ഞാൻ പറ്റുന്ന സമയത്തെല്ലാം കയറും. നമുക്ക് ഭഗവാന്റെ തെറ്റോളൂ. പ്രേം സായി സായിരാം. സായിരാം. అట్టి ప్రకాశవంతమైనటువంటి యొక్క ఆత్మతత్వాన్ని మమైవాంసో అన్నాడు కృష్ణుడు. Krishna described this effulgent principle of the self as అది నా అంశమే. It is my spark, he said. నా అంశం లోపల ఎట్టి దోషములు కూడా ఉండవు. There cannot be any mistake or deficiency. ఒకవేళ దోషములు ఉన్నదని భావించుకుంటున్నావా, అది నీ భ్రమ దోషములే కానీ నా దోషములు కాదు. Any defect or mistake that you visualize relates to you, nothing to do with the divine. కనుకనే దైవము సర్వత్రా వ్యాపించినటువంటి యొక్క సద్గుణ సంపన్నుడే. God is all pervading, full of virtues. కనుక ప్రతి మానవుడు కూడాను సదాచార సంపన్నుడు కావాలి. So every man must practice virtues. ఇలాంటి సదాచారమును పోగొట్టుకొని దురాచారములకు దూరం అయిపోతూ కొంత దివ్యోత్తమైనటువంటి భావాన్ని పెంచుకోలేకపోతున్నారు. We are not able to reach that divine level because we have not been able to give up the evil path and adopt the good procedure. మొట్టమొదట మనం దురాచారములను దూరం చేసుకోవాలి. First, we should immediately discontinue the bad practice. సదాచార సంపన్నుడై నీవు వెలగాలి. We have to follow the good conduct. అప్పుడే నీవు మానవుడు అని చెప్పుకోవడానికి అధికారం ఉంటున్నది. Then we'll have right to call ourselves as true humans. మానవత్వం అనగా ఎంత పవిత్రమైనటువంటి జీవితము. The human life is so sacred. ఉపనిషత్తులన్నీ కూడాను మానవత్వం అనగా చాలా దివ్యత్వానికి పోల్చి ఉన్నటువంటి. Upanishads considered the human life verily divine. ఇలాంటి గుణరహితమైనటువంటి యొక్క దివ్యమైన భావంతో కూడినటువంటి యొక్క ఆత్మతత్వాన్ని మనం మానవుడిగా ఎందుకు భావించుకుంటున్నాం? How is it that we consider ourselves so low and so simple as human, forgetting the attributeless divine principle of the self latent? ఇది తన యొక్క దుర్గుణముల యొక్క సంబంధము, దురాచారముల యొక్క సంపర్కమే ఈ దోషములకు మూల కారణము. The only reason is the evil actions, the bad behavior and the misconduct. ఎలాంటి సంగమను మనం చేరుతామో అలాంటి స్వభావాలే మనలో ఆవిర్భవిస్తాయి. As is the company, so will be your thought process. కనుకనే మమైవాంసో అన్నాడు మొట్టమొదటిని. In the first instance, God said, "You are my spark." Tell me your company, I shall tell you what you are అని. And he clearly said, "Tell me your company, I shall tell you what you నువ్వు are." ఎలాంటి వారితో సంపర్కం చేస్తున్నావో దాన్ని బట్టి నీ యొక్క మంచి చెడ్డలు నిర్ణయించుకోవచ్చు. Good and bad of every one of you depends upon the company you mingle. പാടിക്കോളൂ. സായിരാം പ്രേം സായി പാടിക്കോളൂ. ചന്ദ്രവദനാ കമലനയനാ ചന്ദ്രവദനാ കമലനയനാ നാരായണ ഹരിനാരായണ നാരായണ ഹരിനാരായണ അനന്തശയനാ ദീനശരണ്യ അനന്തശയനാ ദീനശരണ്യ നാരായണ ഹരിനാരായണ നാരായണ സായി നാരായണ ചന്ദ്രവദനാ കമലനയന നാരായണ ഹരിനാരായണ അനന്തശയനാ ദീനശരണ്യ നാരായണ ഹരിനാരായണ നാരായണ സായി നാരായണ
ചന്ദ്രവദന കമലനയന. സായിരാം. സായിരാം. സായി ഉപമ ഈശ്വരപ്രീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലെ മനോഭാവം മാത്രമാണ് ഈശ്വരൻ കണക്കിലെടുക്കുന്നത്. സഗുണരൂപം കണ്ണുകൾ കൊണ്ട് കാണുവാനും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുവാനും സാധിക്കുമെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് അത് അപ്രാപ്യമാണ്. ഇന്ദ്രിയാതീതമായതാണ് പ്രാർത്ഥനയായി നാം സമർപ്പിക്കേണ്ടത്. അപ്രകാരം കർമ്മം തന്നെ ഉപാസനയായി തീരുന്നു. സമർപ്പണത്തിന്റെ ബീജം രതി അഥവാ മമതയാണ്. ഭാവമാണ് അതിൻ്റെ മുകുളം. പ്രേമമാണ് വൃക്ഷം. സച്ചിത് ആനന്ദമാണ് ഫലം. വേദങ്ങൾക്ക് കർമ്മം, ഉപാസന, ജ്ഞാനം എന്നീ വിഭാഗങ്ങളുണ്ട്. മഹാഭാരതം ഇവ മൂന്നും പഠിപ്പിക്കുന്നതിനാൽ വേദവൃക്ഷത്തിന്റെ ഫലമായി അതിനെ കാണാനാകും. ശാശ്വതമായ ആനന്ദത്തിന്റെയും ശാന്തിയുടെയും പാത അറിഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങളാകുന്ന ഇടവഴികളിലൂടെ അലഞ്ഞു തിരിയില്ലായിരുന്നു. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. നാളെ നമുക്ക് വേണ്ടി വായിക്കുന്നത് അരുൺദാസ് ആണ്. അരുൺദാസ് പാലക്കാട്ടാണെങ്കിലും ഇവിടെ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യാണ്. അരുൺദാസ് ആണ് നമുക്ക് വേണ്ടി നാളെ വായിക്കുന്നത്. ജയ് സായിരാം. സായിരാം. സായിരാം.